ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അറിഞ്ഞു കാണും, എമ്പുരാൻ സിനിമയുടെ 17 സീനുകൾ കട്ട് ചെയ്യാൻ പോകുന്ന കാര്യം സെൻസർ ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ തിങ്കളാഴ്ച തൊട്ട് ഇതുവരെ തിയേറ്ററിൽ ഓടിയിരിക്കുന്ന ആ ഒരു ഫുൾ ഫിലിം ആയിരിക്കത്തില്ല ഇനി തൊട്ട് തിങ്കളാഴ്ച തൊട്ട് കാണാൻ പോകുന്നത്. ചില സീനുകൾ കട്ട് ഇപ്പൊ അറിഞ്ഞത് വെച്ച് അതിനകത്ത് പറയുന്ന ഒരു ബജ്റംഗി എന്ന് പറയുന്ന ആ ഒരു പേര്, പിന്നെ തുടക്കം ഒരു ഗുജറാത്ത് കലാപം മോഡലില് കുറച്ച് കലാപ സീനുകളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇനി അങ്ങോട്ട് തിങ്കളാഴ്ച തൊട്ട് തിയേറ്ററിൽ കാണത്തില്ല. അങ്ങനെ മൊത്തത്തിൽ അറൗണ്ട് ഒരു 17 സീനുകളോളം കട്ട് ചെയ്യുകയും അതുപോലെ ഈ പേര് ചിലപ്പോൾ ഒന്നെങ്കിൽ മ്യൂട്ടാക്കും, അല്ലെങ്കിൽ ബജ്റംഗി എന്നുള്ള പേര് കളഞ്ഞിട്ട് പുതിയൊരു രീതിയിലായിരിക്കും ചില എഡിറ്റിംഗ് ഒക്കെ വരുത്തി വേറൊരു രീതിയിലായിരിക്കും ഇനി തൊട്ട് തിങ്കളാഴ്ച മുതൽ എമ്പുരാൻ സിനിമ തിയേറ്ററിൽ ഓടാൻ പോകുന്നത്. പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഈ സിനിമയ്ക്ക് ഇതിനു മാത്രം പ്രശ്നങ്ങൾ ആ പടം കണ്ടവർക്കറിയാം, അതിനു മാത്രം വിഷയമുള്ളതായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പൊ BJP സർക്കാർ, BJP എന്ന് പറയുന്ന ആ ഒരു പാർട്ടിയാണ് പറഞ്ഞത്, അങ്ങനെ അവരുണ്ടാക്കിക്കൊണ്ടുവന്ന ഒരു പുകില് വെച്ചാണ് ഈ സീനുകളെല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പൊ അതിന്റെ ഫിലിമിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചവരെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും സിനിമകൾ വന്നിട്ടുണ്ട്, മതത്തെയും രാഷ്ട്രീയത്തെയും എല്ലാം കുറ്റം പറഞ്ഞ സിനിമകൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. പണ്ടൊരു അൻവർ റഷീദ്, അമൽ നീരദിന്റെ അൻവർ എന്ന് പറഞ്ഞ സിനിമ റിലീസായപ്പോൾ അതിനകത്ത് മുസ്ലിം സമുദായത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വേറൊരു സിനിമയുടെ അകത്ത് ക്രിസ്ത്യൻ സമുദായത്തെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹിന്ദു സമുദായത്തെ കുറ്റം പറഞ്ഞുകൊണ്ടും സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇല്ലാതിരുന്ന പ്രശ്നങ്ങളാണ് ഇപ്പൊ എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി തൊട്ട് ഇപ്പൊ ചില ട്രോളുകൾ വരെ വരുന്നുണ്ട്, എമ്പുരാൻ ഇനി തൊട്ട് എംപീരാനാണെന്ന്. കോമഡി രൂപത്തിൽ പറഞ്ഞാണെങ്കിൽ അതിനകത്ത് ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ, പൃഥ്വിരാജിന്റെ ക്യാരക്ടർ ഒരു മുസ്ലിം പേരാണ്, അതുപോലെ എബ്രാം എന്നുള്ളത് ഒരു മുസ്ലിം പേരായിട്ടൊക്കെ കരുതി കാണും. അതുകൊണ്ടായിരിക്കും ഇപ്പൊ BJP എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇത്ര ഒരു രോഷാകുലരായിട്ട് അവർ പറഞ്ഞത്. ഈ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് നടന്ന ചില കാര്യങ്ങൾ തന്നെയാണ് ആ പടത്തിലൂടെ അവര് വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഗുജറാത്ത് കലാപവും അതുപോലെ ഗർഭിണിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്ന, അങ്ങനെ തുടങ്ങി സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെല്ലാം ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നു പോയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും സിനിമയിൽ നല്ല അത് കട്ട് ചെയ്യേണ്ട, ഇതൊന്നും ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയും അതുപോലെ അത് ചെയ്തവരാരാണോ അവർക്ക് നല്ല തക്കതായ ശിക്ഷയുമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ BJP പോലുള്ള സർക്കാർ, BJP സംഘടനക്കാരൊക്കെ കൊണ്ടുവരേണ്ടിയിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഇപ്പൊ എമ്പുരാൻ എന്ന് പറയുന്ന നല്ലൊരു സിനിമയിൽ നിന്ന് പല സീനുകളും കട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നോമ്പും പെരുന്നാളൊക്കെ ആയതിനു ശേഷം കാണാൻ വേണ്ടി ഇരുന്ന ഒരു കൂട്ടം ആൾക്കാർക്ക് പടം കാണുമ്പോൾ ചിലപ്പോൾ ഇനി അങ്ങോട്ട് അവരെടുത്തു വെച്ചിരുന്ന അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് പൂർണ്ണമായിട്ട് അവർ എന്താണ് ഉദ്ദേശിച്ചത് അത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞ് കാണാൻ പോകുമ്പോൾ പല സീനുകളും കട്ട് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ BJP എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം, ഇവർ ഇതിനു മുമ്പ് പല സിനിമകളിൽ ഇങ്ങനെ വന്നപ്പോൾ ഒന്നും പ്രതികരിക്കാതെ ഇപ്പൊ BJP എന്ന് പറയുന്ന സംഘടനയെ മാത്രം വെച്ച് എമ്പുരാൻ സിനിമ ഇറക്കി അവരെ അങ്ങോട്ട് മോശമായിട്ട് ചിത്രീകരിക്കാനൊക്കെ നോക്കി എന്നൊക്കെ പറയുന്നത് വെറും തോന്നൽ മാത്രമാണ്. അപ്പൊ ഇതൊന്ന് അറിഞ്ഞപ്പോൾ വീഡിയോ ആയിട്ട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ അറിയുക, ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ഒരു 17 സീനുകൾ, ഇപ്പൊ അറിഞ്ഞത് വെച്ച് 17 സീനുകൾ എമ്പുരാനിൽ നിന്ന് കട്ട് ചെയ്യും. അതുപോലെ ബജ്റംഗി എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പേരും ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ മ്യൂട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ സെൻസർ ചെയ്തുകൊണ്ടായിരിക്കും എമ്പുരാൻ സിനിമ വരാൻ പോകുന്നത്. ഇപ്പോൾ നിലവിൽ നല്ല വൻ വിജയത്തിലൂടെയാണ് എമ്പുരാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം കൊണ്ട് മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 ദിവസം കൊണ്ട് 100 കോടി രൂപ ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും എമ്പുരാൻ സിനിമ നേടിയിട്ടുണ്ട്. കുറെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നും അറിയാതെ അവരെ കുറ്റം പറയുന്ന രീതിയിൽ ഇങ്ങനെ കുറെ പേര് പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക. ഇതിനകത്ത് ഒരു സമുദായത്തിനും പങ്കില്ല. ഇത് വെറുതെ സമുദായത്തിന്റെ പേരും പറഞ്ഞ് വർഗീയവാദികളും രാജ്യദ്രോഹികളായ കുറച്ച് പേരും ചേർന്ന് നടത്തുന്ന പരിപാടികളാണ്. ഇതിനകത്ത് ഒരു മതത്തിനൊന്നും അല്ല. ഇപ്പോൾ പടം ഇറങ്ങിയ സമയത്ത് കമന്റ് ബോക്സ്, യൂട്യൂബിലെ കമന്റ് ബോക്സിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന പടം കൊള്ളത്തില്ല, അപ്പം കുറച്ച് മുസ്ലിം പേരുകളുള്ള ആൾക്കാർ വന്നു പടം കൊള്ളത്തില്ല എന്നും പറഞ്ഞ് കമന്റ് ചെയ്തു. അത് മമ്മൂട്ടി ഫാൻസ് ആണ്, അല്ലെങ്കിൽ മുസ്ലിം സുഡാപ്പികളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞിട്ട് സംഘികളെന്നും പറഞ്ഞ് വേറൊരു വിഭാഗം വന്നിട്ട് അങ്ങനെ ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഇതാക്കി പറഞ്ഞല്ല, അത് നടന്ന ഒരു കാര്യം പറയാണ്. കുറച്ച് പേര് സുഡാപ്പികൾ, കുറച്ച് പേര് സംഘികൾ, ഇങ്ങനെ വന്നിട്ട് സുഡാപ്പികള് എമ്പുരാനെ കുറ്റം പറയുന്നു, സംഘികള് എമ്പുരാനെ പൊക്കി പറയും. നേരെ ഇപ്പൊ ഇപ്പൊ എമ്പുരാൻ എന്നുള്ളത് മുസ്ലിമുകളുടെ പടമായി മാറി. ഇവര് BJP-ക്കാര് ഈ പറയുന്ന എമ്പുരാൻ സിനിമയ്ക്ക് ശത്രുക്കളായി മാറിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് തന്നെ ആയാലും എമ്പുരാൻ സിനിമ കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. നല്ലൊരു അടിപൊളി സിനിമയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇനി നേരെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.